യേശുവിൽ പ്രിയപ്പെട്ടവരെ, വിളയാതെ വയലിൽ നിന്ന് വിളയെടുത്താൽ ആ ധാന്യമണികൾ ഭക്ഷണയോഗ്യമല്ലെന്നും അത് പാഴായി പോകുമെന്നും ഒക്കെ നമുക്കറിയാം. എന്നാൽ 4 മാസം കൂടി വിളവെടുക്കാൻ കാത്തിരിക്കേണ്ട അവസരത്തിലാണ് ഈശോ പറയണത്, ഇപ്പോഴേ തന്നെ വിളവെടുക്കാൻ സജ്ജമാണ് വയലെന്ന്. അതിലൂടെ ഈശോ തരുന്ന സൂചന, നമ്മളിങ്ങനെ കാത്തിരുന്ന് വേറെ നാൾ കാത്തിരുന്ന് ഫലം പുറപ്പെടുവിക്കേണ്ടവരല്ല, മറിച്ച് ആത്മീയ ജീവിതത്തിൽ അനുദിനം ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ചുറ്റുമുള്ളവരുടെ ആവശ്യമനുസരിച്ച് നമ്മൾ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടവരാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ട് പോലും അത്തിമരത്തിൽ അത്തിപ്പഴമില്ലാത്തതിൻ്റെ പേരിൽ ഈശോ അത്തിമരത്തെ ശപിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ കാലവും സമയവും നോക്കി കാത്തിരുന്ന് ഫലം പുറപ്പെടുവിക്കാതെ അനുദിനം ആത്മാവിൻ്റെ പ്രചോദനത്തോട് സഹകരിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ ഇടയാകട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴായി പോകും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.